നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് RSP കൊല്ലത്ത് ദേശീയപാത ഉപരോധിച്ചു. കുടങ്ങളും മൺകലങ്ങളും കമഴ്ത്തിയായിരുന്നു പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. ചവറയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ തകരാറിലായതോടെയാണ് കഴിഞ്ഞ 10 ദിവസമായി നഗരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. ചവറയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ തകരാറിലായതോടെയാണ് കഴിഞ്ഞ 10 ദിവസത്തോളമായി കൊല്ലം നഗരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതെന്നാണ് റിപ്പോർട്ട്. പുത്തൻതുരുത്തിൽ കുടിവെള്ളം ശേഖരിച്ചു മടങ്ങുന്ന വഴി വള്ളം മുങ്ങി സ്ത്രീ മരിച്ചതോടെയാണ് നഗരത്തിലെ പ്രദേശങ്ങളിൽ ആവശ്യമായ കുടിവെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് RSPയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് ദേശീയപാത ഉപരോധിച്ചത്. ആനന്ദവല്ലീശ്വരത്തിന് സമീപം റോഡിൽ മൺകലങ്ങളും കുടവും തലയിലേന്തിയും കുടം കമഴ്ത്തിയും നടത്തിയ ഉപരോധ സമരം മുൻ മന്ത്രിയും RSP സംസ്ഥാന സെക്രട്ടറിയുമായ ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. മരണപ്പെട്ട സ്ത്രീക്ക് അർഹതപ്പെട്ട ഗവൺമെന്റിന്റെ അനാസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് അർഹതപ്പെട്ട അല്ലെങ്കിൽ കോമ്പൻസേഷൻ നൽകേണ്ടതുണ്ട്. അതിൽ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ആ കുടുംബത്തിന് അർഹതപ്പെട്ട കോമ്പൻസേഷൻ കൊടുക്കണം. രണ്ടാമത്, ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിട്ട ഉദ്യോഗസ്ഥരാര് ആനുവൽ മെയിന്റനൻസ് നടത്താതെ ഇത് താഴെ വീഴാൻ ഇടയാക്കിയ സാഹചര്യം നിസ്സാരമായി കണക്കാക്കാൻ സാധിക്കത്തില്ല. സർക്കാർ ഇടപെട്ടുകൊണ്ട് മാതൃകാപരമായി ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകണമെന്നുള്ള രണ്ടാമത്തെ കാര്യവും. കുടിവെള്ളമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊല്ലം ജില്ലയെ ജനതയെ തിരിച്ചുവിട്ടാൽ ക്രിസ്മസിന്റെ പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും ഈ തെരുവിലേക്ക് എത്തുമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന് ശേഷം മുദ്രാവാക്യങ്ങളുമായി റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ബലപ്രയോഗത്തിനും കാരണമായി. ഇതിനിടെ UDF പ്രവർത്തകരും RSPക്ക് പിന്തുണയുമായി എത്തി. ഏറെ നേരത്തെ ബലപ്രയോഗത്തിന് ശേഷം RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.